എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. തിരഞ്ഞെടുക്കപ്പെട്ട 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ ബൈബിൾ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: തിരുനാമം ദുഷിച്ച് ശപിച്ച വ്യക്തിയാര്? ഉത്തരം: ദാൻ ഗോത്രക്കാരിയായ ശെലോമീത്തിന്റെ മകൻ. ലേവ്യ പുസ്തകം 24 അധ്യായം 10-11 വാക്യങ്ങൾ. ചോദ്യം 2: അവൻ വിശ്രമ പുരുഷനായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തത് ആരെക്കുറിച്ച്? ഉത്തരം: ശലോമോനെക്കുറിച്ച്. 1 ദിനവൃത്താന്തം 22 അധ്യായം 6-9 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 3: ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ആരുടെ? ഉത്തരം: മോശയുടെ. ആവർത്തന പുസ്തകം 34 അധ്യായം 5-6 വാക്യങ്ങൾ. ചോദ്യം 4: അഥേനയിൽ ഉണ്ടായിരുന്ന വേദിക്കല്ലിൽ എഴുതിയിരുന്ന എഴുത്തെന്ത്? ഉത്തരം: അജ്ഞാത ദേവന്. അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 22-23 വാക്യങ്ങൾ. ചോദ്യം 5: 6 സംവത്സരം ദേവാലയത്തിൽ ഒളിച്ചിരുന്ന രാജകുമാരൻ ആര്? ഉത്തരം: അഹസ്യാവിന്റെ മകനായ യോവാശ്. 2 ദിനവൃത്താന്തം 22 അധ്യായം 10-12 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 6: ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നതാര്? ഉത്തരം: അനാത്തിന്റെ മകനായ ശങ്കർ. ന്യായാധിപന്മാർ 3 അധ്യായം 31 വാക്യം. ചോദ്യം 7: ബൈബിളിൽ പേരു പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പട്ടണമേത്? ഉത്തരം: ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 17 വാക്യം. ചോദ്യം 8: ബേത്ലഹേമിൽ അടക്കം ചെയ്യപ്പെട്ട ന്യായാധിപൻ ആര്? ഉത്തരം: ഇബ്സാൻ. ന്യായാധിപന്മാർ 12 അധ്യായം 10 വാക്യം. ചോദ്യം 9: ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചതാര്? ഉത്തരം: അഗബോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 11 അധ്യായം 27-28 വാക്യങ്ങൾ. ചോദ്യം 10: ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നുവെന്ന് പ്രവചിച്ച മഹാപുരോഹിതൻ ആര്? ഉത്തരം: കയ്യഫാവ്. യോഹന്നാൻ 11 അധ്യായം 49-51 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 11: പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തുകളഞ്ഞത് ആര്? ഉത്തരം: ന്യായശാസ്ത്രിമാർ. ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 52 വാക്യം. ചോദ്യം 12: സ്വജനത്തിന് ഗുണകാംക്ഷിയായിരുന്നത് ആര്? ഉത്തരം: മൊർദെഖായി. എസ്തറിന്റെ പുസ്തകം 10 അധ്യായം 3 വാക്യം. ചോദ്യം 13: തറച്ചിരിക്കുന്ന ആണികൾ പോലെ ആകുന്നതെന്ത്? ഉത്തരം: സഭാധിപന്മാരുടെ വാക്കുകൾ. സഭാപ്രസംഗി 12 അധ്യായം 11 വാക്യം. ചോദ്യം 14: ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചുകളഞ്ഞതെന്തിന്? ഉത്തരം: എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന്. റോമർ 11:32 വാക്യം. ചോദ്യം 15: വിത്ത് വിതച്ചിട്ട് കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്ന ദേശമേത്? ഉത്തരം: മിസ്രയീം ദേശം. ആവർത്തന പുസ്തകം 11 അധ്യായം 10 വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.